ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ ആരോടാണ് ഇത് പറയുന്നത്? ഭാര്യ ഭർത്താവിനോടോ അതോ ഭർത്താവ് ഭാര്യയോടോ? അമ്മ മകനോടോ അതോ മകൻ അമ്മയോടോ? അപ്പൻ മകനോടോ അതോ മകൻ അപ്പനോടോ? അമ്മ മകളോടോ അതോ മകൾ അമ്മയോടോ? സഹോദരൻ സഹോദരിയോടോ അതോ സഹോദരി സഹോദരനോടോ? സഹോദരൻ സഹോദരനോടാണോ പറയുന്നത്? കൂട്ടുകാരനോടാണോ പറയുന്നത്? തിരുവചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. മനുഷ്യനോട് പറയുന്നത് ആദ്യം നമുക്ക് നോക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും ഞാൻ നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയാൻ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ മരുമകളായ രൂത്ത് തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് പറയുന്നതായി നാം ഇവിടെ കാണുന്നു. ഈ പുസ്തകത്തിൽ 4 അധ്യായങ്ങളിലും 85 വാക്യങ്ങളുമാണ് ഉള്ളത്. എത്രയോ അർത്ഥവത്തായ കാര്യമാണ് ആ മരുമകൾ പറയുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് നമ്മൾ പിന്നീട് ഉള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൾ ബോവാസിൻ്റെ ഭാര്യയായി. ഒബേദ് എന്ന ഒരു മകൻ ജനിച്ചു. ദാവീദിൻ്റെ അപ്പനായ ഇശായുടെ അപ്പൻ ഇവൻ തന്നെ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ രൂത്ത് യേശുവിൻ്റെ വംശാവലിയിലെ ഒരു പാത്രമായി തീർന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം നോക്കുമ്പോൾ അതിൽ 25 അധ്യായങ്ങളും 719 വാക്യങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ശിഷ്യനായ എലീശ തൻ്റെ ഗുരുവിനോട് പറയുന്ന കാര്യങ്ങൾ ആണ്. ഏലിയാവ് തൻ്റെ ശിഷ്യനോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. എലീശ പറയുന്നു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ്. ഇങ്ങനെ അവൻ 3 വെച്ച് പറയുന്നുണ്ട്. 1-ാമത്തേത് ഗിൽഗാലിൽ വെച്ച്, 2-ാമത് ബേഥേലിൽ വെച്ച്, 3-ാമത്തേത് എരിഹോവിൽ വെച്ച്. അതിന് പ്രതിഫലമായി എലീശയ്ക്ക് ലഭിക്കുന്നത് ഏലിയാവിൻ്റെ ശക്തിയും ദൈവാനുഗ്രഹവും ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 24 അധ്യായങ്ങളും 658 വാക്യങ്ങളുമാണ് ഇതിൽ ഉള്ളത് എന്നതാണ്. യോശുവ 24-15 നമുക്ക് ഒന്ന് നോക്കാം. അതിൽ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഇസ്രായേൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി അവരോട് പറയുന്നതാണ് ഈ രംഗം. യോശുവ പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കുമോ ഒന്ന് ചിന്തിക്കേണ്ടതായ അവസരം വന്നു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തോട് പറയുന്നത് ഇനി നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് എന്നെ വിടുക, ഉഷസൂദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. അതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ യാക്കോബ് ദൈവദൂതനുമായി മല്ലിടുന്ന രംഗമാണ് നാം കാണുന്നത്. യാക്കോബിൻ്റെ ദൃഢനിശ്ചയമാണ് നാം കാണുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി യാക്കോബ് ഇവിടെ പറയുന്നതായി നമുക്ക് കാണാം. അവൻ അന്നു മുതൽ ഇസ്രായേലായി. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നുവോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ സമയത്താണ് നാം ജീവിക്കുന്നത് എന്ന് നാം ഇവിടെ മറക്കരുത്. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുവാൻ സാധിക്കുന്നുവോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
എന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകുന്നുവോ അന്ന് നാം ആ മോശയെ പോലെ ഏലിയാവിനെ പോലെ ഏലീശയെ പോലെ ദൈവത്തിൻ്റേത് ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ അബ്രഹാമിനെ പോലെ വിശ്വാസികളുടെ പിതാവ് ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. കന്യകമറിയാമിനെ പോലെ നിർമ്മല ഹൃദയമുള്ളവർ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. യാക്കോബിനെ പോലെ ആ ദൃഢനിശ്ചയത്തോടുകൂടി എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള അത് വിടില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് ഈ ലോകത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ദൈവഭക്തിയോടുകൂടി മാതൃകാപരമായി സഭയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മറ്റ് നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു നോക്കുക. ഞാൻ ആരെയും സഹായിച്ചില്ല എങ്കിൽ തന്നെയും ഇന്നു മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.